ഷോർട്ട് ഫിലിമിൻ്റെ കഥ എഴുതാനെന്ന് പറഞ്ഞിട്ട് രണ്ടവന്മാർ രാവിലെ വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂത്താട്ടോളം എന്ന സ്ഥലത്ത്, അതായത് എറണാകുളം ജില്ലയിൽ ഇലഞ്ഞിക്കടുത്ത് കൂരുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണത്. ഇവിടെ വന്നാൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും, വെയിലൊന്നും ഉണ്ടാവില്ല, നല്ല തണലാണ്, ഇഷ്ടം പോലെ കഥ കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഒരു തണൽ പോലും ഇല്ല. നീ എന്താ എവിടെ നിൽക്കണം? തണലെന്തി? ഇതൊക്കെയാ തണല്. ഇതോ ഈ പാറയുടെ പൊക്കത്താണോ തണല്? പാറയുടെ പൊക്കത്ത് തണലില്ല, പക്ഷെ അതുപോലെ നമുക്ക് തണലിന് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ വന്ന് നിൽക്കണല്ലോ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നെ ഡിസ്കസ് ചെയ്യാം. സ്റ്റോറി നിങ്ങൾക്ക് ബോധമില്ലേ? ഇതാണോ തണൽ? ഇവിടെ വന്നിരുന്നാണോ കഥ എഴുതുന്നത്? എടാ, നമുക്ക് കഥ എഴുതുമ്പോഴത്തേക്ക് ഒരു പീസ്ഫുൾനെസ് കിട്ടണം. ഈ മലയുടെ പൊക്കത്ത് വന്നാൽ എങ്ങനെ പീസ്ഫുൾ കിട്ടണം? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കഥ എഴുതുന്നവർക്ക് അതിന്റെ ക്രിയേറ്റിവിറ്റി മനസ്സിലാകത്തുള്ളൂ. എന്നിട്ട് എന്താ കഥ? എന്താ കഥയൊക്കെ പകുതി വരെയൊക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് കാര്യം പറ. വന്നിട്ട് എത്ര നേരമായെന്നറിയാമോ? വന്നിട്ട് കുറെ നേരമായി, പക്ഷെ നമ്മള് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് കിട്ടുന്നത് തണല് കിട്ടണം. തണൽ എവിടെയാന്ന് പറയാം. ഇത് പോലെ തണല്. ഇനി നിനക്ക് ഫാമാണ്, അത് ഇഷ്ടം പോലെ ഫാൻ എടുപ്പുണ്ടോ കണ്ടോ? അതെനിക്കറിയില്ല ഏത് മഴയില്ലാത്തടത്ത് തണല് മറ്റേ ഫാൻ കൊണ്ട് എവിടുന്നാ ഈ കണക്ഷൻ കൊടുത്തേക്കണെന്ന് മനസ്സിലാവണല്ലോ. അണ്ടർഗ്രൗണ്ട് വഴി മറ്റേ കാറ്റാടി കറണ്ട് ഉണ്ടാക്കുവാണെന്ന് എനിക്ക് ദൈവത്തിന് അറിയാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലേ. ഈ മല എന്തോരം ഉണ്ടെന്നറിയാവോ? ഈ മല മുഴുവൻ കേറിയിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങള് പിന്നെ നിങ്ങൾ പൊട്ടി വളഞ്ഞു വീടായിരിക്കും. നിങ്ങൾ സമയം എപ്പോഴാ പറഞ്ഞത്? സമയം എപ്പോഴാ പറഞ്ഞത്? സമയം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ കുറെ കാര്യങ്ങളൊക്കെ. ഇതൊന്നും അല്ലല്ലോ. ഇന്നലെ രാത്രി ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് രാവിലെ 7 മണിക്ക് മറ്റേ പ്രഭാത സൂര്യനെ കാണണം എന്നൊക്കെ പറഞ്ഞാണല്ലോ വന്നത്. ഇവിടെ 6 മണിക്ക് മുമ്പ് എൻട്രി ഫീസ്. ഇത് പടിഞ്ഞാറ് വശ. ഇവിടെ എങ്ങനെ പ്രഭാത സൂര്യനെ കാണണേ? അവിടെയല്ലേ സൂര്യൻ ഉദിക്കണേ? സൂര്യൻ എവിടെയാണ് ഉദിക്കണത്? അത് കിഴക്ക്. ഓക്കെ, ഇവിടെ കിഴക്കാണ്, പടിഞ്ഞാറിന്റെ ഓപ്പോസിറ്റ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പൊ എങ്ങനെ ചെയ്യണേ? ആദ്യം ഒരു കഥ ഉണ്ടാക്കും, ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതും, നിങ്ങളുടെ ഐഡിയക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡ്യൂറേഷൻ വരെ നിങ്ങളാ തീരുമാനിക്കണം. ഇതൊന്നും പറ്റിയല്ല. പിന്നെ ഒരു ഗെയിം കളിച്ചിട്ട് ഡ്യൂറേഷനൊക്കെ അതിലൂടെ തീരുമാനിക്കും. പറ്റുമോ ഇല്ലയോ? പറ്റും. വെറുതെ വാ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് പറ്റും. ചാലഞ്ച് വാ, പരിപാടി സെറ്റ് ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാക്ക് പാലിക്കണം. ഒരുമാതിരി പിന്നെ മറ്റേടത്തെ വർത്താനം പറയരുത്. ഓക്കെ. അവനെന്തേ? നിങ്ങൾ മാത്രം ഏറ്റിട്ട് കാര്യമില്ല. അവനെന്തേ? എന്നെ പിന്നെയും കാട് കയറ്റുവാണോ? സോറി, മല കയറ്റുവാണോ? അവൻ ഇരിക്കുന്നിടത്തേക്ക് പോകണ്ടേ? എവിടെ? അവൻ എവിടെ ഇരിപ്പുണ്ട്. അതേ വലിയൊരു തണലായി പോയല്ലോ ഇത്. പുള്ളി ഒരു ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചിട്ട് ഇന്റലക്ച്വൽ കളിക്കുക. സമയം കളണ്ട്, ചാലഞ്ച് പറ. എത്ര ജോണ്ടർ ഉണ്ട്? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. പറഞ്ഞാ പറ. എഴുത്. അതിനകത്തേക്ക് എഴുത്. നമ്പർ ഇട്ട് എഴുത്. കാണിച്ചോണ്ട് എഴുത്, അല്ലാണ്ട് പിന്നെ എന്നെ കാണിച്ചോണ്ട് നിന്നാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോ തെറ്റും. എവിടെ പോവാ? ഇങ്ങോട്ട് വാ, ഞാൻ എഴുതിട്ട് വരാൻ. നീ കോമഡി, ആക്ഷൻ, ത്രില്ലർ, ഹൊറർ, ഡ്രാമ, റൊമാൻസ്. ഡ്രാമയാണല്ലോ. സ്ലൈസ് ഓഫ് ലൈഫ്, മിസ്റ്ററി, എക്സ്പെരിമെന്റൽ, ഡോക്യുമെന്ററി, ഫാന്റസി, സയൻസ് ഫിക്ഷൻ. 12 എണ്ണം ഉണ്ട്. നമ്പർ ഇട്ടില്ല എല്ലാത്തിനും. ഈ 12 എണ്ണം ഞാൻ ട്രൈ ചെയ്തിടാ. ഞാൻ നോക്കി എഴുതിയതായിരിക്കും, അല്ലാണ്ട് പിന്നെ എന്നെ അവിടെ ഞാൻ എഴുതിയിട്ട് വരാന്ന് പറഞ്ഞു പോയില്ലേ? എന്നോട് പറഞ്ഞിട്ടില്ലോ. ഒരു ഗെയിം തരും, വേറെ ഒന്നല്ല. എന്തേ എഴുതിയ ലിസ്റ്റ് എന്തേ പൂഴ്ത്തി വെക്കാത്താ? എടേ കൊണ്ടോ. എടാ, ഇതിനകത്ത് 9 വരെ ഉള്ളു നമ്പർ. ഈ നമ്പർ കഴിയുമ്പോഴത്തേക്കും ക്വീൻ, കിങ്, ജോക്കർ, 10, 11, 12 നമ്പർ. നീ അറിയത്തില്ലെന്നല്ല. കേക്ക് ഒന്നില്ലേ? ഒന്നിനല്ലേ ഏസ്? ഒന്നിന് എ. രണ്ടിന് 2. അങ്ങനെ സംഭവം മനസ്സിലായല്ലോ, ഗെയിം മനസ്സിലായല്ലോ. ഓക്കെ, 1 2 3 അങ്ങനെ 9 നമ്മൾ സെറ്റ് ചെയ്യും.
എന്നിട്ട് ഷഫിൾ ചെയ്തിട്ട് ഒരു കാർഡ് എടുക്കുന്നു. ഈ കാർഡ് എടുക്കണം. ഈ കാർഡിൽ കിട്ടുന്ന ഈ നമ്പർ വരുന്ന ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ രീതിക്ക് ഏത് നമ്പർ വരുന്നോ ആ നമ്പർ വന്ന ജോണർ നിങ്ങൾ ചെയ്യണം. ഓ അങ്ങനെ എന്നെ വിശ്വാസമാണല്ലോ. മാജിക് ഒന്നും ഇല്ലല്ലോ കാണിക്കാൻ വേണ്ട. കുറെ നേരം ബിൽഡപ്പ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ചെയ്തേ കൂട്ടി. എന്നെ വിശ്വാസമാണോ? വിശ്വാസം, ഭയങ്കര വിശ്വാസം. ഷഫിൾ ചെയ്യും. എങ്ങനെ എടുക്കുന്നത്? റാൻഡം ആയിട്ട് എടുക്ക്. വണ്ടമായിട്ട് എടി മലത്ത് എന്ത് ചെയ്യും? പിന്നെ ക്വീൻ, കിങ്, സയൻസ് ഫിക്ഷൻ. ഈ ഓർഡർ തന്നെ പറഞ്ഞു. സയൻസ് ഫിക്ഷൻ സയൻസ് ഫിക്ഷൻ ജെ ജോക്കർ. അത് നേരത്തെ പറയണായിരുന്നു. ഇത് അയ്യോ എന്റെ പൊന്നെ. ഇല്ല ഇല്ല സമ്മതിക്കത്തില്ല. ഉടായ്പ കളിക്കരുത്, ഉടായ്പ കളിക്കരുത്, ഉടായ്പ കളിക്കരുത്, ഉടായ്പ കളിക്കരുത്. ഇത് ഞാനൊരു 4 തവണ 5 തവണ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചതാ. എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ. സയൻസ് ഫിക്ഷൻ ഒന്നും കൂടെ ഇത് ട്രയൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറ എന്താണ്. 10 വരെ ചീട്ടുന്ന നമ്പർ ഉണ്ടല്ലോ. ഞാൻ 9 വരെ ഉണ്ടെന്നുള്ള പറഞ്ഞു. അതെന്റെ മിസ്റ്റേക്ക്, ഞാൻ സമ്മതിച്ചു. ഈ 10 വരെ ഉള്ളതിൽ ഒന്നാമത്തെ വന്നത് എയ്സ്. എയ്സ് വന്നാൽ ഒന്നാമത്തെ നമ്പർ ചൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 10 വരെ ബാക്കിയുള്ള നമ്പർ വരെ 2 തൊട്ട് 10 വരെ വരുമ്പോഴത്തേക്ക് ആ നമ്പർ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഫാൻറ്റസിയും സയൻസ് ഫിക്ഷനാണ് 11 നമ്പർ, 11ഉം 12ഉം. ഈ ഫാൻറ്റസി സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും JK. ഓക്കെ, ഇനി മാറ്റത്തില്ലല്ലോ. ക്വീനെ ഒഴിവാക്കി. ജോക്കർ എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അതല്ലേ K എന്ന് പറഞ്ഞ J എന്ന് പറഞ്ഞത്. ജെ എന്ന് പറഞ്ഞ വേറൊന്നും ഉണ്ടെന്ന്. ഇപ്പൊ ചീട്ടുകളി പഠിക്കണത് വരുമല്ലോ. ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലോ. ജോക്കറിനെ മാറ്റി. ജോക്കർ വന്നിട്ട് ഒന്നും കൂടെ കളിക്കാം. ജോക്കറിനെ മാറ്റി. ജോക്കറിനെ വെക്കണ്ട. അല്ല ഞാൻ ആ ഐഡിയ എങ്ങനെ ഉണ്ട്? ആ ഐഡിയ വേണ്ട. ആ പുള്ളിനെ മാറ്റിയല്ലോ. എടറേ സെറ്റ് ചെയ്ത് നിൽക്ക്. കറക്റ്റല്ലേ ഇരിക്കണേ. മലത്ത് 6. അയ്യേ അയ്യേ അത് പറ്റില്ല. ഒന്നോടെ ഇടാം. ഫിക്സ്. കോപ്പിലെ പരിപാടിയായി പോയി. ഷഫിൾ ചെയ്ത് ശരിയായില്ല. അല്ലല്ല ഇനി പറഞ്ഞു രണ്ടാമത്തെ ഇതിന് നിനക്ക് തോന്നുമ്പോ ആദ്യമേ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കും. ധൈര്യം മാറ്റണം. ഇപ്പൊ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി. ഇനി ഇത് പറ്റത്തില്ല. റോം ഫിക്സ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം. ചലഞ്ചാണേ. ചലഞ്ച് ഞാൻ തീരുമാനിക്കും. ചലഞ്ച് 5 മിനിറ്റേ പറ്റത്തുള്ളൂ. ഷോർട്ട് ഫിലിം 5 മിനിറ്റ് താഴെ. അത് കുഴപ്പമില്ല. 5 മിനിറ്റ് റോംകോമാ. അതിന് 5 മിനിറ്റ് കുറയോ? ഒരു 5 മിനിറ്റ് കുറഞ്ഞ് 1 മിനിറ്റ് തീർത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല. 5 മിനിറ്റാ ചാലഞ്ച്. 5 മിനിറ്റ് തീർക്കണം. എന്നാ വേറെ ഞാൻ വേറെ കാര്യം കാർഡിങ് എടുത്ത്. ഇനിയിപ്പോ അതിനകത്ത് തർക്കമൊന്നും വേണ്ട. ഇതിനകത്ത് കാർഡ് എടുക്കുമ്പോൾ ഏത് നമ്പറാണ് വേണം അത്രയും മിനിറ്റ്. 5 മിനിറ്റ് താഴെയുള്ള. എന്നാ 5ന് താഴെയുള്ള ഏത് നമ്പർ? 2, 3, 4 അത്രേ ഉള്ളൂ. ആ പിന്നെ 5 മിനിറ്റ് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, 3 എടുക്കാൻ പറ്റില്ല. 1 മിനിറ്റ് തൊട്ട് തുടങ്ങാം. നീ മറ്റേ ഷഫിൾ ചെയ്തിട്ട് എടുത്തേ, എന്നിട്ട് ഞാൻ എടുക്കാം. അതിന്റെ അതിനകത്ത് 5 താഴെ നമ്പർ കിട്ടിയാലോ. നമ്പർ 1 മിനിറ്റ് കിട്ടിയാലും 1 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റുമോ? 1 മിനിറ്റ് ചെയ്ത് കാണിക്കണോ. അടുത്തേക്കോ ഞാൻ വെച്ച് എടുക്ക്. 5 മേളിൽ വന്ന അസാധു വേണേ. പറഞ്ഞില്ലെന്ന് വേണ്ട. അസാധു പിന്നെ 5 താഴെയുള്ള കുറച്ച് കാടങ്ങ് എടുത്തിട്ട് ഇത് മതിയതേ. ഇത് മതി. ഇയാൾക്ക് എന്താ കാശ് കൊടുക്കണ്ടോ? നീ ഇപ്പൊ ഞാൻ ഇട്ടായിരിക്കും മാജിക്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ കടിച്ചു തൂങ്ങി പുള്ളി മെയിൻ ആവുക. 2 അതോക്കെ പറ്റുമോ? സുഖം. ഓ ഇതൊക്കെ എന്ത് എത്ര കുഴിമന്തിക്കാ ബെറ്റ്? എത്ര കുഴിമന്തിക്കാന്ന് പറ. ബെറ്റ് കുഴിമന്തിയോ? ആ ഇത് നീ ഇടയ്ക്കിടയ്ക്ക് റൂൾ കൊണ്ടുതന്നെ അതിന് ആദ്യമേ ഇത് സെറ്റ് ചെയ്യണതിന് മുമ്പ് ഒരു റൂൾ പറയണം. ഈ സെറ്റ് ഇത് ചെയ്ത് കളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് റൂൾ കെട്ടിക്കൊണ്ട് നിങ്ങൾക്കുള്ള ശിക്ഷ. കുഴിമന്തി ഇപ്പം ഹിറ്റായി കഴിഞ്ഞാൽ നീയല്ലേ മേടിച്ചത്. നീയാണ് പ്രൊഡ്യൂസർ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആര് പ്രൊഡ്യൂസർ? നീയല്ലേ ഇപ്പൊ ചാലഞ്ച് കൊണ്ടുവന്നത്. അപ്പൊ നീ പ്രൊഡ്യൂസർ. 2 മിനിറ്റിനും കാശിറക്കണം. 2 മിനിറ്റ് ബഡ്ജറ്റ് തീർക്കണം. പറ്റുമോ? ബഡ്ജറ്റ് ഒക്കെ ഞങ്ങൾ ഇഷ്ടമുള്ള ബഡ്ജറ്റ്. ചിലപ്പോൾ ഞങ്ങൾ മറ്റേ അമേരിക്കയിൽ പോയിട്ട് 2 ഷോട്ട് എടുക്കുന്നത് 1000 രൂപ അഡ്വാൻസ് അല്ല, 1000 രൂപ തീർക്കണം. ഒരു കാർഡും കൂടെ എടുക്കാം. അതിൻ്റെ അകത്ത് വന്ന സംഖ്യയുടെ അപ്പുറത്ത് 3 പൂജ്യം കൂടെ ഇടും. ആ പൈസ നീ ഇറക്കണം. പറ്റുമോ? ഇതേത് നിയമം? ഇതൊന്നും 2 മിനിറ്റ്
ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണത്? ഞാൻ കൂട്ടുകാർ തെറിയോട് തെറിയായിരിക്കും എടുത്ത് തൂക്കി കൊടുക്കും. അത് നമുക്ക് തോന്നണം. ചിലപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോ ഉടുക്കും, രണ്ടെണ്ണം ചെയ്യുമ്പോ ചീത്ത പറയും, മൂന്നെണ്ണം ചെയ്യുമ്പോ വെറുതെ വിടും. അങ്ങനെയാണ്. അതെ, ആദ്യമേ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്നു. ഇല്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ ആദ്യത്തേല് മാത്രമേ കൗതുകമുള്ളൂ, പിന്നെ ഇത് കാണുന്നവര് കണ്ടോണ്ടിരിക്കും.